ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോ ആൻഡ് ജോസ് വേൾഡ്. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് സിനിപ്ലെക്സ് സിനിമാസിലാണ്. അപ്പം പിള്ളേരുടെ കൂടെ അവർക്കും കൂടി ഇഷ്ടപ്പെട്ടൊരു മൂവി കാണാമെന്ന് വെച്ചു. അപ്പോൾ എല്ലാം 1-2 മാസം കൂടുമ്പോൾ പിള്ളേരുടെ കൂടെ അവർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ പോലുള്ള കൂടുതൽ ഇതുള്ള എന്തെങ്കിലുമൊക്കെ ഒരു മൂവി കാണാൻ പോകാറുണ്ട്. അപ്പം സിനിപ്ലെക്സ് എന്ന് പറയുന്നത് കാനഡയിലൊരു വലിയ സിനിമയുടെ ഒരു തിയേറ്റർ ശൃംഖലയാണ്. അപ്പം അവിടെ വലിയ സ്ക്രീനും അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് പോലുള്ള ശബ്ദ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു ശ്രവണ അനുഭവം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ അവിടെ ഫുഡ് ആൻഡ് ബിവറേജസ് ഉണ്ട്, പോപ്കോൺ, നാച്ചോസ്, സോഡ, അതുപോലെ തന്നെ അവിടെ ഗെയിംസൊക്കെ കളിക്കാനുള്ള ഇതുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഈ ബർത്ത്ഡേ പാർട്ടി എന്തെങ്കിലും ഇവൻ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നേരത്തെ ബുക്ക് ചെയ്താൽ അതിനുള്ള സ്റ്റാഫൊക്കെ ഉണ്ട്, അവരത് നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് തരും. പിന്നെ VIP തിയേറ്ററുണ്ട്. പിന്നെ പിള്ളേരുടെ കൂടെ ഫാമിലി ആയിട്ട് ഇത് ചെയ്യാം. പിന്നെ പിള്ളേർക്കാണെങ്കിൽ ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയായിരിക്കും. അവർ ചില മാതാപിതാക്കളുണ്ട് പിള്ളേർ അടങ്ങിയിരിക്കില്ല എന്നൊക്കെ ഓർത്ത് മൂവിയൊക്കെ കാണാതെ അവർ വലുതാവുന്നവരെ വെയിറ്റ് ചെയ്യും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 1-2 പ്രാവശ്യമൊക്കെ കൊണ്ടുപോയി കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അവിടെ അടങ്ങിയിരുന്ന് സിനിമ കാണാനും അവർക്കും അത് കുറച്ചൊക്കെ ഇഷ്ടമായി തുടങ്ങും. അപ്പം ആദ്യമൊക്കെ പോയ സമയത്ത് പിള്ളേരുടെ കൂടെ പോയപ്പം അവരടങ്ങിയൊന്നും ഇരുന്നില്ല, ഭയങ്കര പാടായിരുന്നു. ചിലപ്പോൾ ഇറങ്ങി പുറത്തൊക്കെ വന്ന് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവരും അതൊക്കെ കണ്ടിരിക്കും. അപ്പോൾ ഇതൊരു 3D മൂവിയായിരുന്നു, ഗോഡ്സില വേഴ്സസ് കോങ് എന്ന് പറയണത്. അതിനകത്ത് ആ വലിയ 2 ജീവികൾ തമ്മിൽ ഉള്ള മുട്ടൻ പോരാട്ടമൊക്കെ ആയിരുന്നു. കൊച്ചുങ്ങൾ ആദ്യമൊക്കെ ഇച്ചിരി ബോറടിച്ചെങ്കിലും പിന്നെ അവരത് കണ്ട് നന്നായിട്ട് അത് ആസ്വദിച്ചിരിക്കുക തന്നെ ചെയ്തു. അപ്പം പിള്ളേരുടെ കൂടെ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് പോകുന്നത് വളരെ നല്ല കാര്യമാണ്. പിന്നെ അവർ സാമൂഹ്യമായിട്ട് ഇടപെടാനും അതുപോലെ തന്നെ ഒരു പുതിയ പ്രത്യേക അനുഭവമാണല്ലോ. ഒരു റുട്ടീൻ ജീവിതത്തിൽ സന്തോഷം തന്നെ അവർക്ക് കൊടുക്കും. അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും ബാക്കിയുള്ള പിള്ളേരിരുന്ന് കാണുന്നതൊക്കെ കണ്ടു കാണാനും എല്ലാം പറ്റും. അച്ചടക്കമായിട്ടിരുന്ന് കാണാനും എല്ലാം അവർ പഠിക്കും. അപ്പം നിങ്ങൾക്കും ഇതുപോലെ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കൂടെ അവർക്കും കൂടി ഇച്ചിരി ഇഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മൂവി സെലക്ട് ചെയ്യാൻ ഓർത്താൽ മതി. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.